എസ്.എൻ. പുരം പാലക്കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായുള്ള രുക്മിണി സ്വയംവരം നടന്നു. അമ്മ വിഗ്രഹത്തിനോട് നല്ലൊരു മുഹൂർത്തത്തിൽ വിവാഹം കഴിച്ചിരുന്നു. ഇതുപോലെ വേണ്ടപ്രകരണമെല്ലാം ആദരവോട് ചെയ്തു. വിപ്രാതിസിദ്ധികളും മുന്നമേ ജഗൽപതിയാകിയ നാരായണൻ ഇന്ത്യന് തന്നെ വേലി കഴിച്ചിടുന്ന പോലെ എന്നതേ പറയേണ്ടു. ബ്രഹ്മചര്യാശ്രമത്തെ കൈവിട്ട് പരബ്രഹ്മചിന്മയം ദീക്ഷിത്തികു എസ്.എൻ. പുരം പാലക്കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ 23ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായുള്ള രുക്മിണി സ്വയംവരം ഭക്തിസാന്ദ്രമായി. മെയ് 1 യജ്ഞം സമാപിക്കും. അജിത് കുമാർ ശൂരനാടാണ് യജ്ഞാചാര്യൻ. ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ ഹരിനാരായണൻ നമ്പൂരി, ക്ഷേത്രം മേൽശാന്തി മഹേഷ് ശർമ്മ എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് CR അശോകൻ ചെറുകാട്ടിൽ, ദേവസ്വം സെക്രട്ടറി P രാധാകൃഷ്ണൻ പാലക്കുളങ്ങര, കൺവീനർ CN ജയചന്ദ്രൻ നിവർത്തിൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു. ദീർഘസുമംഗലി ഭാഗ്യത്തിനും സർവൈശ്യത്തിനും വേണ്ടിയുള്ള നെയ്വിളക്കർച്ചനയും ഇതിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നടന്നു. സ്വയംവര പൂജയിലും സ്വയംവര സദ്യയിലും നൂറുകണക്കിന് ഭക്തരാണ് പങ്കെടുത്തത്. ജരാസന്ധൻ സർവസന്നാഹങ്ങളും കൂട്ടിക്കൊണ്ടിവിടെ വന്ന് ആ ദ്വാരകാനാഥനായിരിക്കുന്ന ഭഗവാന്മാരോട് പല വിധത്തിലുള്ള യുദ്ധങ്ങളൊക്കെ തുടങ്ങി. പല രീതിയിലുള്ള അക്ഷോഭണിപ്പടയുമായിട്ടൊക്കെ വന്ന് ഇവിടെ ദ്വാരകയെ ആക്രമിക്കുവാനൊക്കെ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഗോപികമാര് രാവിലെ ഉണർന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? ഗോപികമാർ ഒരു ദിവസം ഉണർന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ക്രൂരൻ ഇവിടെ വന്ന് ഭഗവാനെ കൂട്ടിക്കൊണ്ട് പോയതുപോലെ തന്നെ ഒരു തേര് മുറ്റത്ത് കിടക്കുന്നു. അവരെന്താ വിചാരിച്ച്? തങ്ങളെ ഭഗവാൻ കംസനെ എങ്ങനെയാണോ ഇല്ലാതാക്കിയത് അതുപോലെ തന്നെ തങ്ങളെയും കൂടി ഇല്ലായ്മ ചെയ്യുവാൻ അറിയോ പറഞ്ഞു വിട്ടേക്കുകയാണെന്ന് സങ്കടം തോന്നി അവര് ഇങ്ങനെ ഉദ്ധവരെ പറഞ്ഞ് ഭഗവാൻ എവിടെ വിട്ടു? മധുരയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് വിട്ടു. എന്താ പറഞ്ഞേ? അവിടെ പോയി എന്റെ ബന്ധുജനങ്ങളെയൊക്കെ കാണണം, അവരെ കണ്ട് അവർക്കുള്ള സന്ദേശമൊക്കെ ഉദ്ധവനോട് പറഞ്ഞയച്ചു. പറഞ്ഞയച്ചേ അവരെ പോയി കണ്ട് അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്യണം. ഞാൻ ഒരിക്കലും അവരാരെയും മറക്കുമില്ല. ഇനി എന്താണ്? നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാവിധമായ ഐശ്വര്യ സമ്പൽ സമൃദ്ധികളും വീണ്ടും കാലങ്ങളിലൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധവനെ പറഞ്ഞ് അവിടോട്ട് വിട്ടു. ഉദ്ധവൻ ചെന്ന് കാണുന്ന കാഴ്ച എന്താ? ഇപ്പോഴും സദാസമയവും അവിടെ നാരായണ കൃഷ്ണഗാഥകൾ പറഞ്ഞു നടക്കുന്ന ഗോപികമാരെയാണ് കാണാൻ കിട്ടുന്നത്. കാരണം എന്താ? ഭഗവാൻ അവരെയൊക്കെ വിട്ട് മധുരയിലേക്ക് പോയപ്പോ ഇവിടെ തങ്ങൾക്ക് ഒന്നുമില്ലാതെയായിരുന്നത് ഓതിയ നിമിഷം മുതൽ അവര് ഭഗവാന്റെ വില മനസ്സിലാക്കുന്നത് അപ്പോഴാണ്.